സ്വഹാബ അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന മനുഷ്യനുണ്ടല്ലോ 70 പ്രാവശ്യം മുടങ്ങാതെ ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞത് 70 പ്രാവശ്യമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സ്വഹാബ, ഒരു മനുഷ്യന് 70 പ്രാവശ്യം ഒരു ദിവസം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അവൻ ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം നീ ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അനസ് നമ്മുടെ അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോൾ അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അത്ര നബിയെ, ഒരു മനുഷ്യന് 700 പാവങ്ങളെക്കാളും കൂടുതൽ ചെയ്താലും നമ്മളെ ഉദ്ദേശിച്ചിട്ടായിരിക്കും. അവിടെ നിന്ന് ചോദിച്ചു, ഒരു മനുഷ്യന് ഒരു ദിവസം 700 പാപം ചെയ്താൽ 70 അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ പുറത്തു തരും. പക്ഷെ ഒരുത്തെ 700-നെക്കാളും കൂടുതൽ ചെയ്താലോ അവന്റെ കാര്യത്തിൽ തീരുമാനമായി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അസ്തഗ്ഫിറുല്ലാഹ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ പറഞ്ഞാല്, എന്റെ പ്രിയപ്പെട്ടവരെ, അത് നാവിൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. അത് മഹാന്മാരുടെ അടയാളമാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ അടയാളമാണ്. ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ അടയാളമാണ്. നാവുകൾ പടച്ചവനെ ആ ദിക്ർ കൊണ്ട് നിങ്ങളെ നനയ്ക്കണേ എന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ വെറുതെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ അള്ളാഹു ആ മനുഷ്യന് താങ്ങാൻ കഴിയാത്ത വേദന കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, താങ്ങാൻ കഴിയാത്ത വേദന അള്ളാഹു നിനക്ക് തരൂല. പടച്ചവനെ, താങ്ങാൻ കഴിയാത്ത വേദനകൾ, പടച്ചവനെ, ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പോലും പലരും അവസാനിപ്പിക്കുന്ന കാലഘട്ടമാ. ഈ ജീവിതം മതിയല്ലോ, മരണത്തോടുകൂടി അവസാനിപ്പിക്കാമെന്ന് കരുതുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം അള്ളാന്റെ റസൂലാ പറയുന്നത്, നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത വേദന അള്ളാഹു നിനക്ക് തരൂല. എന്താണ് അസ്തഗ്ഫിറുല്ലാഹയുടെ മഹത്വം എന്നറിയുമോ? മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനും തന്റെ സ്വഹാബത്തും ഒരിക്കലൊരു യാത്രയുടെ ഇടയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് പറ സഹാബ, അസ്തഗ്ഫിറുല്ലാഹ് പറ സഹാബ. എല്ലാവരും അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ തുടങ്ങുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ. 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതാ അനസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ പറഞ്ഞു. 70 എണ്ണമെന്ന് എണ്ണി പറയാനുള്ള കാരണം എന്താണ്? 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞതിന്റെ കാരണം എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന സ്വഹാബ, അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന മനുഷ്യനുണ്ടല്ലോ 70 പ്രാവശ്യം മുടങ്ങാതെ ഓരോ ദിവസവും ഏറ്റവും കുറഞ്ഞത് 70 പ്രാവശ്യമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് പറയുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന സ്വഹാബ, ഒരു മനുഷ്യന് 70 പ്രാവശ്യം ഒരു ദിവസം അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ അവൻ ചെയ്ത 700 പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം ഏതെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം നീ ചെയ്ത 700 പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അനസ് നമ്മുടെ അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുമ്പോൾ അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അത്ര നബിയെ, ഒരു മനുഷ്യന് 700 പാപങ്ങളെക്കാളും കൂടുതൽ ചെയ്താലും നമ്മളെ ഉദ്ദേശിച്ചിട്ടായിരിക്കും.
അവിടെ നിന്ന് ചോദിച്ചു, ഒരു മനുഷ്യന് ഒരു ദിവസം 700 പാപം ചെയ്താൽ 70 അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ പുറത്തേരും. പക്ഷെ ഒരുത്തെ 700-നെക്കാളും കൂടുതൽ ചെയ്താലോ അവന്റെ കാര്യത്തിൽ തീരുമാനമായി. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അസ്തഗ്ഫിറുല്ലാഹ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ പറഞ്ഞാല്, എന്റെ പ്രിയപ്പെട്ടവരെ, അത് നാവിൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. അത് മഹാന്മാരുടെ അടയാളമാണ്, അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ അടയാളമാണ്. ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ അടയാളമാണ്. നാവുകൾ പടച്ചവനെ ആ ദിക്ർ കൊണ്ട് നിങ്ങൾ നനയ്ക്കണേ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ വെറുതെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?